ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാധിക മണിയൻ. ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയുള്ള എൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. രാവിലെ എണീറ്റ് നമ്മുടെ അവലോകനമൊക്കെ കഴിഞ്ഞിട്ട് വെളിയിലോട്ടിറങ്ങി ഒന്ന് വീഡിയോ എടുത്തതാണ്. ഈ സമയത്ത് പൊതുവേ ഞാൻ വെളിയിലോട്ട് ഇറങ്ങാറില്ല. ഇന്ന് പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അത് നിങ്ങളെ ഈ സമയമൊക്കെ ഒന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇറങ്ങി ഒന്ന് വീഡിയോ എടുത്തതാണ്. ആ വെളിച്ചം കാണുന്നത് നമ്മുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെ പോസ്റ്റിലെ ലൈറ്റിൻ്റെ വെളിച്ചമാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഒത്തിരി ലൈറ്റ് കാണുന്നത് കണ്ടോ, ഒത്തിരി വെട്ടം കാണുന്നത് നമ്മുടെ അമ്പലമാണ്. രാവിലെ അമ്പലത്തിൽ സുപ്രഭാതമൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നോന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ വോയിസ് കട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ട് നോക്കൂ. നമുക്ക് ഇന്നത്തെ നമ്മുടെ ദിവസത്തിലേക്ക് പോകാം. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഞാൻ അവലോകനത്തിനിരിക്കും. എന്തെങ്കിലും വയ്യായികയുള്ള ദിവസങ്ങളിലൊഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇരിക്കാറുണ്ട്. ആ ദിവസത്തേക്കുള്ള ടു ഡു ലിസ്റ്റ് ഒന്ന് എഴുതാനും അതോടൊപ്പം ആ ദിവസത്തെ പറ്റിയുള്ള അവലോകനമൊക്കെ നടത്തും. ഇപ്പോൾ പിന്നെ ഒരു പുതിയ കാര്യം കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും കുറച്ച് അഫർമേഷൻസൊക്കെ ഒരു ബുക്കിലോട്ടൊന്ന് എഴുതി വയ്ക്കും. അതേ പറ്റിയിട്ട് ഞാൻ പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അതോടൊപ്പം നമ്മുടെ വെള്ളം കുടിയും നടക്കുന്നുണ്ട്. അത് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടാണ് വാട്ടർ ബോട്ടിലിനെ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നത്. രാത്രിയിൽ തന്നെ ഞാൻ വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ചിരിക്കും. അപ്പോൾ രാവിലെ അത് എടുത്ത് വന്നിരുന്നാൽ മതിയല്ല. പിന്നെ നമ്മൾ എടുക്കണമെങ്കിൽ പിന്നെ അത് വെള്ളം കുടിക്കാൻ തന്നെ മടി വരും. അങ്ങനെ രാവിലത്തെ വെള്ളം കുടിയും അവലോകനമൊക്കെ കഴിഞ്ഞ് നമുക്ക് പയ്യെ കിച്ചണിലോട്ട് കയറാം. രാത്രി തന്നെ റൈസ് കുക്കറിൽ അരി തിളപ്പിച്ച് വെച്ചിട്ടില്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഞാൻ അടുപ്പ് കത്തിച്ച് അരിയൊക്കെ ഇട്ടതിന് ശേഷം മാത്രമേ വന്ന് അവലോകനത്തിനിരിക്കത്തുള്ളൂ. കാരണം മോന് 6:45 പോകണം. അപ്പോഴത്തേക്കും അരി വേവണമെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ഇട്ടിട്ടിരിക്കണം. ഇന്നിപ്പോൾ ഞാൻ ഇന്നലെ റൈസ് കുക്കറിൽ അരിയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം മോൻ പോയതിന് ശേഷം എനിക്കും അണ്ണനും വെട്ടിക്കോട്ട് അമ്പലത്തിൽ പോകണം. മണിയണ്ണൻ്റെ കൂടെ ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള അമ്പലങ്ങളിലോട്ടേക്കാണ്. പുള്ളിക്കാരന് ഇഷ്ടം അതാണ്. അങ്ങനെ ടു ഡു ലിസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണിലേക്ക് വന്ന് അപ്പോൾ റൈസ് കുക്കറിൽ നമ്മുടെ ചോറ് വെന്തിരിപ്പുണ്ടായിരുന്നു. എന്നാലും ജസ്റ്റ് അതൊന്ന് തിളപ്പിച്ചിട്ടേ ഞാൻ ഊറ്റാറുള്ളൂ. അതിനോടൊപ്പം തന്നെ ചായയ്ക്കും വെച്ചു. പാൽ പാക്കറ്റ് ഒഴിയുമ്പോൾ തന്നെ ഞാൻ ആ കവറെടുത്ത് കഴുകി ഇങ്ങനെ ടൈലുമേലം ഒട്ടിച്ച് വെക്കുവേ. അപ്പോൾ അവിടെ നമ്മുടെ ജോലി കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് വെള്ളമെല്ലാം പോയിട്ട് വൃത്തിയായിട്ടിരിക്കും. അപ്പം നമുക്ക് ഉണക്കിയെടുക്കാനും എളുപ്പമാണ്. അത് നമ്മുടെ ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാർ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും. മണിയണ്ണൻ രാവിലത്തേക്കുള്ള തേങ്ങ തിരുങ്ങുമായിരുന്നേ. സച്ചിക്കുട്ടനുള്ളപ്പോൾ സച്ചിക്കുട്ടൻ്റെ ജോലിയായിരുന്നു രാത്രി തേങ്ങ തിരുങ്ങി ഫ്രിഡ്ജിൽ വെക്കുക എന്നുള്ളത്. ഇപ്പം സച്ചിക്കുട്ടൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അണ്ണനാണ് ചെയ്യുന്നത്. രാത്രി പിന്നെ അണ്ണന് കടയിൽ നിന്ന് വന്നിട്ട് തിരുങ്ങാനൊന്നും സമയം കിട്ടത്തില്ല. അതുകൊണ്ട് രാവിലെയാണ് അണ്ണൻ തിരുങ്ങി തരുന്നത്. അപ്പോഴത്തേക്കും ഞാൻ വന്ന് നമ്മൾ ചായ ഇട്ട പാത്രവും ഒക്കെ അങ്ങ് കഴുകി വെക്കുവാണേ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ ഓരോ കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എഡിറ്റിങ്ങിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ, പഠിത്തത്തെ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ എന്ന്. നെഗറ്റീവ് കമൻ്റല്ല, പോസിറ്റീവ് കമൻ്റാണ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പഠിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ ഇപ്പം സാഹചര്യം അനുവദിക്കുന്നില്ല. ഒരുപാട് തിരക്കുകളൊക്കെ ആയതുകൊണ്ട് തൽക്കാലത്തേക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, താമസിക്കാതെ തുടങ്ങും. പിന്നെ നമ്മുടെ പശുക്കുട്ടന്മാരെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഷോപ്പ് തുടങ്ങിയപ്പം പശുക്കുട്ടന്മാരെ എല്ലാം കൊടുത്തു. പിന്നെ ഷോപ്പ് പോകുമ്പോൾ പിന്നെ അവരെ നോക്കാൻ സമയമില്ലല്ലോ. പിന്നെ അവരെ വിറ്റ് നമുക്ക് പൈസയും വേണമായിരുന്നു. ഷോപ്പ് തുടങ്ങണമെങ്കിൽ നല്ല പൈസയുടെ ആവശ്യമുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം മുൻനിർത്തി നമ്മൾ അവരെ കൊടുത്തായിരുന്നു. പിന്നെ എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ പറ്റി ആരും ഒന്നും ചോദിച്ചില്ല. എന്നാലും ഞാനങ്ങ് പറയണം, അവരെയും നമുക്ക് കൊടുക്കേണ്ടി വന്നു. ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞു അവരുണ്ടായിരുന്നു. ഇപ്പോൾ ആഗസ്റ്റ് 24 മോനെ ബാംഗ്ലൂർ കൊണ്ടുപോയപ്പോൾ അണ്ണനും കൂടെ പോയായിരുന്നു. അപ്പോൾ ഒരു 4-5 ദിവസം അണ്ണൻ ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാനും നിച്ചുക്കുട്ടനും കടയിൽ നിന്ന് വരാൻ ഒരുപാട് ലേറ്റാകുമായിരുന്നു. എന്നാലും കൂടെ അടയ്ക്കാനൊക്കെ നമ്മൾ താമസിച്ചപ്പോൾ കീരികൾ അവരെ പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്ത്. അങ്ങനെ പിന്നെ അണ്ണൻ വന്നിട്ട് ബാക്കിയുള്ളവരെ നമ്മൾ എടുക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്തങ്ങ്. ഇപ്പോൾ അങ്ങനെ കോഴികളും പശുക്കളും ഒന്നുമില്ല. നമ്മുടെ വീട്ടിലിപ്പോൾ ഉള്ളത് 2 പുട്ടുട്ടൻസ് മാത്രമാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനും പുട്ടുട്ടനും തമ്മിലുള്ള സംസാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ചെയ്യുന്നത് നിച്ചുക്കുട്ടൻ്റെ ചമ്മന്തിയും നമ്മുടെ ആസ്ഥാന റെസിപ്പി ആയിട്ടുള്ള ചക്ക പുഴുക്കിനുള്ള അരപ്പും അരച്ച് വയ്ക്കുക എന്നുള്ളതാണ്. കാരണം ഇടയിലെങ്ങാനും കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടരുതല്ലോ. നിച്ചുക്കുട്ടൻ രാവിലെ കഴിച്ചിട്ട് പോകാനായിട്ട് 2 അപ്പം ചുട്ടെടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് അവന് മാത്രം മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ കുറച്ച് മാവ് ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്തതാണ്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ എന്തായാലും വെളിയിൽ നിന്ന് കഴിച്ചിട്ടല്ലേ വരത്തുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ അടുത്ത അടുപ്പിൽ ക്യാരറ്റ് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മോര് കറി വെച്ചു. മോര് നമ്മുടെ കടയുടെ അപ്പുറത്ത് ഒരു ചായക്കടയുണ്ട്, അവിടെ നിന്ന് മോര് മേടിച്ചുകൊണ്ട് വരും.
നല്ല കട്ടി മോരായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേ എടുക്കത്തുള്ളൂ. ബാക്കി ഞാൻ ഇച്ചിക്കുട്ടന് ലസ്സി കുടിക്കാനായിട്ട് വെച്ചേക്കും. ലസ്സിയും ജ്യൂസും ഒക്കെ ഇവിടുത്തെ ഫേവറേറ്റാണ്. അത് നമ്മളുണ്ടാക്കി കൊടുക്കുകയൊന്നും വേണ്ട, അവർ തന്നെ ചെയ്ത് കഴിച്ചോളും. അപ്പോഴേക്ക് സമയം 6:30 ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ നിച്ചുക്കുട്ടൻ്റെ ലഞ്ച് പാക്ക് ചെയ്യാനായിട്ട് വന്നു. കഴിഞ്ഞ നിച്ചുക്കുട്ടൻ്റെ ലഞ്ച് പാക്കിങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോവ്രതമായിരുന്നു എന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അനിയൻ്റെ മോള് പോയിട്ട് ഇന്നേക്ക് 1 വർഷമായി. ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്ന ദിവസം, അതായത് നവംബർ 7-ാം തീയതിയാണ് നമ്മൾ വീഡിയോ എടുത്തത്. അപ്പോൾ അതിന് ആണ്ടുബലി ഇടാനായിട്ട് പോകണമായിരുന്നു. അതിനാണ് മോൻ വ്രതം നിന്നത്. ആ സമയത്ത് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മോടെ കാര്യങ്ങളൊക്കെ. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ നിച്ചുക്കുട്ടൻ എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ട് പോവുകയാണ്. ഈ ഒരു ഉമ്മ കിട്ടിയില്ലെങ്കിൽ എനിക്കും, തന്നില്ലെങ്കിൽ അവന്മാർക്കും വിഷമമാണ്. ഈ വക കാര്യങ്ങളിലൊക്കെ എനിക്ക് കുറച്ച് സെൻറ്റ് കൂടുതലായതുകൊണ്ടായിരിക്കാം അവന്മാരും അത് ശ്രദ്ധിക്കാറുണ്ട്. സച്ചിക്കുട്ടനാണെങ്കിൽ ഗേറ്റിൻ്റെ അവിടം വരെ മറന്നു പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് ഉമ്മ വന്നിട്ട് പോകുമായിരുന്നു. ഇതുവരേക്കുമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ. മണിയണ്ണൻ നാണ്ട നിച്ചുക്കുട്ടനെ കൊണ്ടാക്കാനായിട്ട് പോവാണ്. അങ്ങനെ ടാറ്റാ ബൈയൊക്കെ പറഞ്ഞ് അവരങ്ങോട്ട് പോയി. പിന്നെ ഞാൻ നമ്മുടെ പുട്ടുട്ടൂസിന് ഫുഡ് കൊടുക്കാനായിട്ട് പോയി. ഇവർക്ക് പറഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് മനസ്സിലാകുമേ. രാവിലെ ബഹളം വെച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ നിച്ചുക്കുട്ടൻ പോയിട്ട് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വന്ന് വാതിൽ കിടക്കത്തേ ഉള്ളൂ. നിച്ചുക്കുട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നൊരു ബഹളമാണേ. അവനങ്ങോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഇവർ പിന്നെ ബഹളം അങ്ങോട്ട് തുടങ്ങും. അങ്ങനെയെല്ലാം കഴിഞ്ഞ് റെഡിയായിട്ട് നമ്മൾ താണ്ട് പോകാനായിട്ട് ഇറങ്ങുവാണേ. അതിൻ്റെ ഇടയ്ക്ക് അണ്ണം പോയിട്ട് കാവിൽ പോയി തൊഴുതിട്ടൊക്കെ വന്ന് എനിക്ക് പിന്നെ എല്ലാം കഴിഞ്ഞ് സാരിയൊക്കെ ഉടുക്കൊണ്ടോട്ട് പോകാൻ പറ്റിയില്ല. അവിടെ കാണുന്നുണ്ടോ, ആ അമ്പലത്തിൻ്റെ ആർച്ചാണ് ആ കാണുന്നത്. അതാണ് നമ്മുടെ അമ്പലം. നമ്മുടെ ഗേറ്റിൽ നിന്ന് നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് കാണാം. പിന്നെ ഞങ്ങളൊരു കൊച്ചു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. തമ്പനയിൽ വെക്കാനായിട്ട് ഫോട്ടോയൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെടുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ മണിയണ്ണം പറഞ്ഞായിരുന്നു മാർത്താണ്ഡപുരം അമ്പലവും വടക്കേ അമ്പലവും ഒക്കെ എടുക്കണേന്ന്. പക്ഷേ ഞാനത് എടുത്തിരുന്നു, വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. വീഡിയോ ഓണാക്കാതെയാണ് വീഡിയോ എടുത്തുകൊണ്ട് അവിടം വരെ എത്തി. അതുകൊണ്ട് കടവഴ പാലം എത്തിയപ്പോൾ നേരത്തെ പറഞ്ഞ് 6 കാണിക്കണം, നേരത്തെ എടുക്കാൻ പറഞ്ഞ് അങ്ങനെ എടുത്ത്. എണ്ണം കാണിച്ചു തരുമായിരുന്നു പള്ളിക്കടവ് അവിടെ അത് സൂം ചെയ്തെടുക്കുക എന്നൊക്കെ. പക്ഷേ എനിക്ക് സൂം ചെയ്യാൻ പറ്റിയില്ല. സാരി ഉടുത്തത് കൊണ്ട് 1 സൈഡ് ഇരുന്നുകൊണ്ടുള്ള വീഡിയോ എടുപ്പ് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് പോകുന്ന വഴിക്കൊന്നും വീഡിയോ എടുക്കാൻ നിന്നില്ല. അങ്ങനെ നമ്മൾ ദാണ്ട ഫൈനലി അമ്പലത്തിലെത്തി, വെട്ടിക്കോട്ടെത്തി. പിന്നെ അമ്പലത്തിൽ തൊഴുതിറങ്ങിയിട്ട് അവിടെ നിന്ന് വീണ്ടും ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അവിടുന്ന് നമ്മൾ നിലവറയുടെ ഭാഗത്തോട്ട് പോകുമ്പോഴാണ് അവിടെ ഈ കുട്ടിയെ കണ്ടത്. ഇത് നിങ്ങൾ പോയാൽ ശ്രദ്ധിച്ചാൽ മതി, ഈ കുട്ടി അവിടെ കാണും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം മാർച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈ കുട്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നേ. മണിയണ്ണൻ അങ്ങനെ ലോട്ടറി എടുക്കുന്ന ആളല്ല, പക്ഷേ ഇങ്ങനെ വയ്യായികയുള്ളവർ കാണുമ്പോൾ അവരെ ഇന്ന് മേടിക്കും. അങ്ങനെ ഈ കൊച്ചിൻ്റെ ഇത് ലോട്ടറി എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, മോളെ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പം ചേച്ചി യൂട്യൂബ് ചാനലാണോ, എടുത്തോ ചേച്ചി എന്നിങ്ങനെ പറഞ്ഞ് ഞാൻ അങ്ങനെ എടുത്തതാണ്. പക്ഷേ അതിനാ കൈ കൊണ്ട് പൈസ മേടിച്ചിടാനുള്ള ഒരു ശേഷി പോലും ഇല്ല. ലോട്ടറിയൊക്കെ എടുത്തു കൊടുക്കാൻ കൂടി പറ്റുന്നില്ല. എന്നിട്ടും അത് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് 5 പൈസ വെറുതെ മേടിക്കാതെ ഇങ്ങനെ വന്ന് അധ്വാനിച്ച് അത് പൈസ മേടിക്കാനുള്ള അതിൻ്റെ ആ ഒരു മനസ്സ്, അതെനിക്ക് അഭിമാനം തോന്നി. നിങ്ങൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ കുട്ടിയെ കണ്ടാൽ അതിൻ്റെ കയ്യിൽ നിന്ന് ലോട്ടറി മേടിക്കണേ. നമുക്ക് അടിക്കുന്നോ അടിക്കുന്നില്ലയോ അതല്ല. പിന്നെ നമ്മുടെ ലേഡീസിൻ്റെ ജന്മസിദ്ധമായ ഒരു സ്വഭാവമാണല്ലോ, ഈ മാലയും വളയൊക്കെ വിൽക്കുന്ന കട കണ്ട അവിടെ ഒന്ന് കയറാതെ പോരാൻ പറ്റത്തില്ല. നമ്മുടെ കടയിലുള്ള ഐറ്റംസൊക്കെ തന്നെ ആണെങ്കിൽ അവിടെ കയറി ഒരു മോതിരമൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ ദാണ്ട ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയതാണ്. അവിടുത്തെ ഹോട്ടലിൻ്റെ പേരും നാഗരാജ ഹോട്ടലിൽ നിന്ന് തന്നെയാണ്. എനിക്ക് ഇവിടുത്തെ മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പൊതുവേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയാൽ മസാല ദോശയാണ് കഴിക്കുന്നത്. സാധാരണ എണ്ണം പൊറോട്ടയാണ് കഴിക്കുന്നത്. ഇന്ന് എൻ്റെ കൂടെ മസാല ദോശ തന്നെ കഴിച്ചു. നമ്മൾ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ നാണ്ട പൊട്ടിട്ട് കയറി നമ്മുടെ മതിലിൻ്റെ മേളിൽ ഗേറ്റിൻ്റെ അടുത്തുള്ള ആ ഗോപുരത്തിൽ ഇങ്ങനെ കിടക്കും. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മളെ കാത്ത് കിടക്കുന്നതാണ് ഇവരോട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വരുന്ന ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. എന്നെ വീട്ടിലാക്കിയിട്ട് മണിയണ്ണ അപ്പം തന്നെ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് എവിടെയെങ്കിലും ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാൽ നല്ല ക്ഷീണം, ബാക്ക് പെയിനൊക്കെ ഉണ്ടായിട്ട് നല്ല ബുദ്ധിമുട്ടാവും. പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് എണീറ്റ് ഞാൻ മെഷീനിൽ കഴുകിയിട്ടിരുന്ന തുണിയൊക്കെ പറക്കുമെന്ന് നൂത്തിട്ട് രാവിലെ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് മീൻകറി വെക്കാതായിരുന്നു പോയ. രാത്രി കടയിൽ നിന്ന് വന്നിട്ട് വെക്കാമെന്ന് കരുതിയായിരുന്നു. പിന്നീട് ഞാൻ പ്ലാൻ മാറ്റി ഇപ്പോൾ അങ്ങ് വെച്ചിട്ട് പോയാൽ പിന്നെ രാത്രി വരുമ്പം ജോലിയില്ലല്ലോ എന്ന് കരുതി ഒരു തട്ടിക്കൂട്ട് മീൻകറി വെക്കാനായിട്ട് കയറിയതാണ്.
ഇതെൻ്റെ മടിയൻ മീൻകറിയുടെ റെസിപ്പിയാണ്. നമ്മൾ സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, പിന്നെ കുടമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പുളിയും പിഴിഞ്ഞൊഴിച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ഉപ്പും ചേർത്ത് അങ്ങ് തിളപ്പിക്കാൻ വയ്ക്കും. എന്നിട്ട് തിളച്ച് വരുമ്പം മീനിട്ട് കൊടുക്കും. അതാണ് എൻ്റെ മടിയൻ മീൻകറിയുടെ റെസിപ്പി കേട്ടോ. പെട്ടെന്ന് വയ്ക്കുന്ന ഒട്ടും വയ്യാത്തപ്പം ചെയ്യുന്ന രീതിയാണ്. അന്നേരം പിന്നെ മൂപ്പിക്കാനും നിൽക്കത്തില്ല. ചിലപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിനായിരിക്കും മെനക്കെട്ട് നല്ല വൃത്തിയായിട്ട് ടേസ്റ്റ് വരണമെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിനെക്കാട്ടി ടേസ്റ്റ് പൊട്ടക്കണ്ണൻ്റെ മാവേലറി പോലെ ഇരിക്കും. കറി അടപ്പയെ വെച്ച് കുറച്ച് നേരം ഞാൻ റെസ്റ്റ് എടുത്തപ്പോഴത്തേക്കും അണ്ണം വിളിച്ചു, കുണ്ട്ര പാഴ്സൽ വന്നിട്ടുണ്ട്, അത്യാവശ്യമായിട്ടും പോകണം, റെഡിയായി വരാൻ പറഞ്ഞ്. പിന്നെ ഞാൻ കഴിച്ചിട്ട് റെഡിയായിട്ട് കടയിൽ എത്തി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇതൊക്കെയായിരുന്നു. നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളുമായി എത്തുന്നവരേക്കും ബൈ.